5 ദിവസം കൊണ്ട് ഹജ്ജിന്റെ പ്രവർത്തനങ്ങൾ മുഴുവനായും നമുക്ക് ചെയ്തു തീർക്കാം. വലിയ ഒരു ഭാഗ്യമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ആ ലഭിച്ച ഭാഗ്യത്തിന് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് ആത്മാർത്ഥമായി അർത്ഥം ചിന്തിച്ചുകൊണ്ട് തന്നെ ലബ്ബൈക്ക് നമ്മൾ ചൊല്ലുക. പ്രിയമുള്ള സഹോദരങ്ങളെ, ഉംറയുടെ പ്രവർത്തനങ്ങളെല്ലാം നാം പഠിച്ചു കഴിഞ്ഞു. ഇനി നാം ഹജ്ജിലേക്ക് പ്രവേശിക്കുകയാണ്. ഹജ്ജിലേക്ക് പ്രവേശിക്കാൻ ഇഹ്റാം ചെയ്യേണ്ടതുണ്ട്, നിയ്യത്ത് ചെയ്യേണ്ടതുണ്ട്, തൽബിയത്ത് ചെല്ലേണ്ടതുണ്ട്. നന്നായി കുളിച്ച് ശുദ്ധിയായി ശരീരത്തിലും വസ്ത്രത്തിലുമെല്ലാം സുഗന്ധം പൂശി പുരുഷന്മാർ ഇഹ്റാമിന്റെ പ്രത്യേകമായ വസ്ത്രം ധരിക്കുക. അതിനുശേഷം മക്കയിലുള്ളവരാണെങ്കിൽ മസ്ജിദുൽ ഹറാമിൽ ചെന്ന് 2 റക്അത്ത് ഇഹ്റാമിന്റെ നഫ്ല് നിസ്കാരം നിർവഹിക്കുക. മീഖാത്തിന് പുറത്തുള്ളവരാണെങ്കിൽ ഇഹ്റാമിന്റെ 2 റക്അത്ത് സുന്നത്ത് മീഖാത്തിൽ വെച്ച് നിസ്കരിച്ച് നാം ഹജ്ജിന് വേണ്ടി നിയ്യത്ത് വെക്കാൻ പോവുകയാണ്. ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ അഭിലാഷമാണ് ഹജ്ജ് എന്ന് പറയുന്നത്. ആ ഹജ്ജ് പവിത്രമായ നിലക്ക് തന്നെ, അള്ളാഹു പൊരുത്തപ്പെടുന്ന നിലക്ക് തന്നെ നമുക്ക് നിർവഹിക്കാൻ കഴിയണം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. നിയ്യത്ത് വെക്കേണ്ടത് അല്ലാഹുമ്മ ഇന്നി ഉരീദുൽ ഹജ്ജ ഫയസ്സിർഹു ലി വതഖബ്ബൽഹു മിന്നി വഅഇന്നി അലൈഹി വബാരിക് ലി ഫീഹി നവൈതുൽ ഹജ്ജ വഅഹറംതു ബിഹി ലില്ലാഹി തആല. അല്ലാഹുവേ, ഞാൻ പരിശുദ്ധമായ ഹജ്ജ് നിർവഹിക്കാൻ നിയ്യത്ത് ചെയ്യുന്നു. എന്നിൽ നിന്ന് നീ ഈ ഹജ്ജ് സ്വീകരിക്കണേ അല്ലാഹ്. ഹജ്ജിന്റെ പ്രവർത്തനങ്ങളെല്ലാം എളുപ്പമാക്കി തരികയും ചെയ്യണേ അല്ലാഹ് എന്ന് ദുആ ചെയ്തുകൊണ്ട് നാം തൽബിയത്ത് ചൊല്ലുകയാണ്. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക്. ഈ തൽബിയത്ത് 1 തവണ ചൊല്ലൽ നിർബന്ധമാണ്, 3 തവണ പറയൽ സുന്നത്താണ്. തൽബിയത്ത് ചൊല്ലിക്കൊണ്ടേയിരിക്കുക. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും വാഹനത്തിൽ കയറിയാലും ഇറങ്ങുമ്പോഴും ഇറങ്ങിയാലും അങ്ങനെ സദാസമയവും തൽബിയത്ത് നമ്മുടെ നാവിൽ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുക. വലിയ ഒരു ഭാഗ്യമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ആ ലഭിച്ച ഭാഗ്യത്തിന് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് ആത്മാർത്ഥമായി അർത്ഥം ചിന്തിച്ചുകൊണ്ട് തന്നെ ലബ്ബൈക്ക് നമ്മൾ ചൊല്ലുക. ഇഹ്റാമിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ വളരെയധികം കർശനമായി തന്നെ നമ്മൾ ആ കാര്യങ്ങളൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഹജ്ജിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണ്. 5 ദിവസം കൊണ്ട് ഹജ്ജിന്റെ പ്രവർത്തനങ്ങൾ മുഴുവനായും നമുക്ക് ചെയ്തു തീർക്കാം. 5 ദിവസമാണ് ഹജ്ജിന് വേണ്ടത്. ദുൽഹിജ്ജ 8, 9, 10, 11, 12 ഈ 5 ദിവസങ്ങളിലാണ് ഹജ്ജിന്റെ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത്. ഓരോ ദിവസവും ചെയ്യേണ്ട കർമ്മങ്ങൾ കൃത്യമായി അതിന്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് നിർവഹിച്ചാൽ മാഷാ അല്ലാഹ് മഖ്ബൂലാകുന്ന മബ്റൂറാകുന്ന ഒരു ഹജ്ജായി നമ്മുടെ ഹജ്ജ് മാറുന്നതാണ്. ആ നിലക്ക് ആത്മാർത്ഥമായി ഹജ്ജിന്റെ പ്രവർത്തനങ്ങളൊക്കെ നിർവഹിച്ച് അള്ളാഹു കബൂൽ ചെയ്യുന്ന ഹജ്ജുകളിൽ നമ്മുടെ ഹജ്ജൊക്കെ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ദുൽഹിജ്ജ 8-ന് ളുഹറിന് മുമ്പായി നാം മിനയിൽ എത്തേണ്ടതുണ്ട്. ഈ മിനയിൽ വെച്ചുകൊണ്ട് 5 നിസ്കാരങ്ങൾ നമുക്ക് നിർവഹിക്കാനുണ്ട്. ദുൽഹിജ്ജ 8-ന്റെ അന്ന് ളുഹർ, അസർ, മഗ്രിബ്, ഇശാ. ദുൽഹിജ്ജ 9-ന്റെ സുബ്ഹി. ഈ 5 നിസ്കാരങ്ങൾ മിനയിൽ വെച്ചുകൊണ്ടാണ് നാം നിർവഹിക്കേണ്ടത്. അങ്ങനെ മിനയിൽ വെച്ചുകൊണ്ട് ഈ 5 നിസ്കാരം നിർവഹിച്ച് ദുൽഹിജ്ജ 9-ന്റെ രാത്രിയിൽ നാം മിനയിൽ തങ്ങുന്നു. പിറ്റേ ദിവസം ദുൽഹിജ്ജ 9-ന് സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് സൂര്യോദയത്തിന് ശേഷം നാം ഇനി അറഫയിലേക്ക് പോവുകയാണ്. അൽ ഹജ്ജു അറഫ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹജ്ജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫർളാണ് അറഫ മൈതാനിയിൽ നിൽക്കുക എന്നത്. ലക്ഷക്കണക്കിന് ഹാജിമാർ മിനയിൽ നിന്ന് അറഫ മൈതാനിയിലേക്ക് പോവുകയാണ്. വാഹനത്തിൽ പോകുന്നവരുണ്ട്, കാൽനടയായി അറഫയിലേക്ക് പോകുന്നവരുണ്ട്. തൽബിയത്ത് ചൊല്ലി അങ്ങനെ അറഫ മൈതാനം ലക്ഷ്യമാക്കി ദുൽഹിജ്ജ 9-ന്റെ ളുഹറിന് മുമ്പായി നാം അറഫയിലെത്തുകയാണ്. അങ്ങനെ അറഫയിൽ നമുക്ക് സൗകര്യം ചെയ്തിട്ടുള്ള സ്ഥലത്ത് നാം അവിടെ താമസിക്കുന്നു. ളുഹർ നിസ്കാരം ജമാഅത്തായി നിർവഹിക്കുക. അതേ രൂപത്തിൽ അസ്ർ നിസ്കാരവും അവിടെ വെച്ചുകൊണ്ട് നാം നിർവഹിക്കുക. ജനലക്ഷക്കണക്കിന് ഹാജിമാർ പരിശുദ്ധമായ അറഫയിൽ സംഗമിക്കും. ആ സംഗമത്തിൽ അള്ളാഹുവിലേക്ക് ഉയരുന്ന കൈകൾ അള്ളാഹുവിന്റെ മുന്നിൽ തങ്ങളുടെ മുഴുവൻ പാപങ്ങളും ഏറ്റുപറഞ്ഞുകൊണ്ട് കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മുന്നിൽ യാചിച്ചു കൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് ഹാജിമാരെ നമുക്ക് അവിടെ കാണാൻ കഴിയും. ആ അറഫ മൈതാനിയിൽ നാം മഗ്രിബ് വരെ, സൂര്യാസ്തമയം വരെ ഇബാദത്തുകളിലായി, ദിക്റിലായി, പ്രാർത്ഥനയിലായി സൂര്യാസ്തമയം വരെ അറഫ മൈതാനിയിൽ നിൽക്കുന്നു. സൂര്യാസ്തമയം ഉറപ്പായി കഴിഞ്ഞാൽ അറഫയിൽ നിന്നും മുസ്ദലിഫ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നീങ്ങുകയാണ്.